സിബിൻ ചെയ്ത ഒരു തെമ്മാടിത്തരം അതിലിപ്പോൾ ഗുണമുണ്ടായിരിക്കുന്നത് ജാസ്മിനാണ്. ആ പിടിവള്ളിയിൽ പിടിച്ച് ജാസ്മിൻ ഭയങ്കരമായിട്ട് അവിടെ കത്തിക്കയറുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അതായത് ജാസ്മിന് ഈ സിബിൻ അറിയാതെ ഒരു വടിയെടുത്ത് കൊടുക്കുവാണ്, അടിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ആരെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ ഒരു അവസരം നോക്കി നിൽക്കുമായിരുന്നു ജാസ്മിൻ. ആ ഒരു അവസരം ഒരു ന്യായത്തിൽ കയറിപ്പിടിച്ച് ജാസ്മിൻ സിബിനെ അവിടെ എടുത്തിട്ട് കുടഞ്ഞു. സിബിൻ അവിടെ ജാസ്മിനെ ഒരു ലൈംഗിക ആംഗ്യം കാണിച്ച് അധിക്ഷേപിച്ചു എന്നാണ് ജാസ്മിൻ അവിടെ പൊട്ടിത്തെറിച്ച് പറയുന്നത്. അപ്പോൾ തൊട്ടടുത്തിരുന്ന അഭിഷേകും ഇത് കണ്ടായിരുന്നു. അപ്പോൾ അഭിഷേകും പറയുന്നുണ്ട്, ശരിയാണ്, ഇത് മോശമായി ബ്രോ എന്ന് അവിടെ അഭിഷേകും പറയുന്നുണ്ട്. അപ്പോൾ അവസാനം ഈ ജാസ്മിൻ അങ്ങോട്ട് തട്ടിക്കയറി പാഞ്ഞടുക്കുകയാണ് സിബിൻ്റെ അടുത്ത്. ഇവൻ കാണിച്ചത് കണ്ടില്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ സിബിൻ പറയുന്നു, ഞാനൊന്നും ചെയ്തില്ല എന്ന് സിബിൻ പറഞ്ഞ് ഒന്ന് പ്രതിരോധിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ വിട്ടുകൊടുക്കുന്നില്ല. ഭയങ്കര മോശമായ ഒരു ആംഗ്യമാണ് എന്നെ കാണിച്ചതെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും, ഇതാണ് അവൻ കാണിച്ചത്. അപ്പോൾ അവസാനം തൻ്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കാതെ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ സിബിൻ തൻ്റെ തെറ്റ് ഏറ്റു പറയുകയാണ്. എൻ്റെ ആ ദേഷ്യത്തിൽ വന്നുണ്ടായ ഒരു തെറ്റാണ്, അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്, അത് വളരെ മോശമായി പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവരോടും ജനങ്ങളോടും എല്ലാം നിരുപാധികം മാപ്പ് ചോദിക്കുന്നുണ്ട് സിബിൻ. അത് നല്ല കാര്യം, എന്തായാലും തെറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, സിബിൻ ഇങ്ങനെ എന്തോ വലിയൊരു ജാസ്മിൻ്റെ അന്തകൻ, അല്ലെങ്കിൽ താനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോരാളി, താൻ ഇവിടെ ഡോമിനേറ്റ് ചെയ്ത് ഇവിടെ എല്ലാവരെയും ഇങ്ങനെ തൻ്റെ കീഴിലാക്കും എന്നുള്ളൊരു അഹങ്കാരം കൂടി വന്നതാണ്. അപ്പോൾ അവസാനം കയ്യിൽ നിന്ന് പോയതാണ്. അതായത് എൻ്റെ അടുത്ത് ആരും കളിക്കണ്ട, ഞാൻ തിരിച്ചു തരും, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ സ്റ്റോക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ആ ഒരു അഹങ്കാര ഭാവത്തിലാണ് സിബിൻ്റെ ഇപ്പോഴത്തെ കളികളെല്ലാം. അപ്പോൾ അത് അറിയാതെ ഒന്ന് കൈവിട്ട് പോയതാണ്. എന്തായാലും ജാസ്മിൻ അവിടെ തകർത്താടുകയാണ് ഉണ്ടായത്. ഒരവസരം നോക്കി നിൽക്കുകയായിരുന്നു ജാസ്മിൻ. തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി ജാസ്മിൻ അവിടെ സിബിനെ വലിച്ചു കീറുകയും ജാസ്മിൻ പെട്ടെന്ന് അവിടെ തൻ്റെ ശരിക്കുള്ള രൂപം, ആക്രമണ മനോഭാവവും തിരിച്ചടിക്കാനുള്ള ആർജവുമെല്ലാം അവിടെ ശക്തമായി തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജിൻഡോയൊക്കെ അവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് എന്തിനാണ് ഇവൾക്ക് ഒരു വടി കൊടുത്തത്, വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ സിബിനെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് ജിൻഡോ. ഇനി എന്ത് ആംഗ്യമാണ് അവിടെ സിബിൻ കാണിച്ചതെന്ന് ചോദിക്കരുത്, അതൊരിക്കലും ബിഗ് ബോസ് ഇനി കാണിക്കില്ല. ഇപ്പോൾ തന്നെ ഷോയ്ക്ക് കുറേ നിയമലംഘനങ്ങൾ ഹൈക്കോടതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി വെട്ടി മുറിച്ചൊക്കെ അവർ കാണിക്കുകയുള്ളൂ.